സഹോദരിയുടെ പ്രിയ കലാസ്വാമികളെ, കേരളത്തിന്റെ തീരമേഖലയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് അതിസമ്പന്നമായ ശക്തികുളങ്ങരയിൽ 10ാമത് നാടകോത്സവത്തിന്റെ ഭാഗമായി ഏറെ നാളുകൾക്ക് ശേഷം പ്രദേശത്തെ കലാകാരന്മാരെ ഉൾപ്പെടുത്തി നാടക ആസ്വാദക സംഘം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന നാടകം പാവക്കൂത്ത്. അടുത്തൊരു ബന്ധോടുകൂടി നാടകം ആരംഭിക്കും. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാ നിലയമേ, നിൻ കൃപാവരം ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ, സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ, നന്മയെങ്ങും വിതയ്ക്കുവാൻ, സ്നേഹസുധാ പകർന്നിടാൻ, നന്മയെങ്ങും വിതയ്ക്കുവാൻ, സ്നേഹസുധാ പകർന്നിടാൻ, പ്രത്യാശതൻ പ്രഭാരശ്മി ഹൃദയങ്ങളിൽ തെളിയിക്കുവാൻ, കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. ശാന്തി തന്നെ ചല നിർമ്മല നീരാഴി, നിർമ്മല നീരാടി നീരാടി, കാന്ത ഹൃദയങ്ങൾക്കാശ്വാസധാരണി, ധാരണി ധാരണി ആശ്വാസധാരണി, കരളിന്റെ കരളിലെ കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയുന്നു നിൻ ഗാന നിർജ്ജരി. കരളിന്റെ കരളിലെ കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയുന്നു നിൻ ഗാനനിർജ്ജരി. കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. മയിലുകളാടുമ്പോൾ കുയിലുകൾ കുയിലുകൾ പാടുമ്പോൾ മരതകമലരണി മലയോരത്തോടെ, മലതക മലയോരത്തൂടെ, കുളിർച്ചാലതാളമടിച്ചും കൊണ്ടോടുമ്പോൾ പറയുന്നു പറയുന്നു നിൻ കലാചാതുരി. കുളിച്ചോലത്താളമടിച്ചും കൊണ്ടോടുമ്പോൾ പറയുന്നു പറയുന്നു നിൻ കലാചാതുരി. കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ, സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ. പാവപ്പെട്ട കുറെ മനുഷ്യരുടെ കഥയാണ് പാവക്കൂത്ത്. സത്യവും മിഥ്യയും ഇടകലർന്ന് പാവപ്പെട്ടവന്റെ ജീവിതത്തിലേക്ക് അധിനിവേശം നടത്തി അവന്റെ മണ്ണും പെണ്ണും ചവിട്ടി അരയ്ക്കപ്പെടുന്ന പുതിയ കാലത്തിന്റെ പുത്തൻ അധിനിവേശത്തിന്റെ കഥ. മനുഷ്യമുഖം പേരു ജീവിക്കുന്ന ദരിദ്രരെ മനുഷ്യരായി പരിഗണിക്കാത്ത പുത്തൻ സാമ്പത്തിക മാനസിക അവസ്ഥയിൽ വികാരങ്ങളും വിചാരങ്ങളും നഷ്ടപ്പെട്ടു പാവകളായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം വെറും പാവക്കൂത്തായി മാത്രം കാണുന്ന പുത്തൻ കാലത്തിന്റെ കഥയാണ് പാവക്കൂത്ത്. നാടകരചനയും സംവിധാനവും GK ദാസ്, കവിതകൾ MG ഗോപാലകൃഷ്ണൻ, അനിൽ പനച്ചുരാൻ, മുരുകൻ കാട്ടാക്കട, നാടൻ പാട്ട് മണികണ്ഠൻ, ബാനർജി, വീണ, പശ്ചാത്തല സംഗീതം ഡെനി ഡെൻസിൽ, സംഗീത നിയന്ത്രണം യേശുദാസ നീണ്ടകര, ദീപ നിയന്ത്രണം മണി കൊല്ലം, ആർട്ടിസ്റ്റ് പ്രബോധൻ മറുത്തടി, അവതരണ ശബ്ദം ടോം MS,
അണിയറ പ്രവർത്തനങ്ങൾ ജോസഫ് ലിയോൺ, വില്യംസ് ജെ നെറ്റോ, സുനിൽ ലോറൻസ്, യേശുദാസൻ എസ്.എഫ്., ഫ്രാൻസിസ് ജെയിംസ്, അജോ അൽഫോൺസ്. രംഗത്ത് സിറിൽ പത്രോസ്, എ.ജെ. ജോസഫ്, റാണി രാജൻ, ജോയി ലോറൻസ്, ടൈറ്റസ് മാലിത്തോട്ടിൽ, പീറ്റർ ലൂക്ക് വെട്ടുതോട്ടിൽ, കുഞ്ഞുമോൻ ആന്റണി, ജോർജ് സി റച്ചാർഡ്, യേശുദാസൻ ആൽബർട്ട്, മെർലിൻ ഹെൻറി, ബ്രിട്ടോ ടൈറ്റസ്, ആൻ റുവേന റോയി, മേഘ മാത്യു. ഇനി ഇവിടെ നിന്ന് തെക്കോട്ട് 72 മീറ്റർ പിടിക്കണം. അല്പം കൂടെ തെക്കോട്ട്, തെക്കോട്ട്, തെക്കോട്ട്. ആ മതി മതി, അവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്ക്. രാമ, ഇനി ഈ 2 പോയിന്റുകൾ പിടിച്ചിട്ട് ഇന്നത്തെ സർവേ ജോലികൾ ഇവിടെ നിർത്തി വെക്കാം. സർ, ഇപ്പോൾ തന്നെ സന്ധ്യയായി തുടങ്ങി. അങ്ങോട്ടൊക്കെ നല്ല കുട്ടിക്കാടുകളാണ്, വല്ല ഇഴജന്തുക്കളും ഉണ്ടാകും. രാമ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് കൊടുക്കണ്ടേ? സാറേ, നമ്മൾ മനുഷ്യരല്ലേ? രാവിലെ മുതൽ വെയിലത്ത് ഈ ടേപ്പ് പിടിച്ച് നടക്കുന്നതല്ലേ? നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് തീർത്തു കൊടുക്കാത്തതുകൊണ്ട് ഈ നാട്ടിലൊരു വ്യവസായം വന്നില്ലെന്ന് വേണ്ട. എത്ര ധൃതി പിടിച്ചാലും ഈ പണി ഇനി അങ്ങോട്ട് വേഗം തീരില്ല സാറേ. അതെന്താ? ഇനി നമ്മൾ കുറുക്കൻ മലയിലേക്കാ പ്രവേശിക്കുന്നത്. കുറുക്കൻ മല ഒരു വികസനവും നടക്കാത്ത ഒരു ഗ്രാമം, ഇന്നും ദാരിദ്ര്യവും പട്ടിണിയും, പഴയകാല കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന തനി ഗ്രാമീണർ. ഇങ്ങനെയുള്ളവർ താമസിക്കുന്നിടത്ത് നമ്മുടെ ജോലി എളുപ്പമാവില്ലേ? സാറേ, ഈ പദ്ധതി ഇവിടെ നടപ്പാക്കണമെങ്കിൽ അവിടെയുള്ളവരെയെല്ലാം അവിടെ നിന്ന് കുടിയിറക്കേണ്ടി വരില്ലേ? അതിന് നമ്മൾ ആരെയും കുടിയിറക്കുന്നില്ലല്ലോ. നമുക്ക് തന്ന ജോലി നമ്മൾ ചെയ്യുന്നു. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം 160 ഏക്കർ സ്ഥലമാണെന്ന് കണ്ടിട്ട് പോകുന്നു. സാർ അത് പറഞ്ഞപ്പോൾ തീർന്നു. ആ ഗ്രാമത്തിലുള്ളവർ അവിടെ തലമുറകളായി ജീവിക്കുന്നവരാ. അവരെ ഒരു സുപ്രഭാതത്തിൽ വികസനത്തിന്റെ പേരിൽ അവിടെ നിന്ന് പറിച്ചറിയാൻ നോക്കിയാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊക്കെ ബന്ധപ്പെട്ടവർ നോക്കിക്കോളും. കുറുക്കൻ മലക്കാർ ഇല്ലായ്മയിലും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഒന്നിച്ച് ജീവിക്കുന്നവരാ സാറേ.
അവർ പട്ടിണിപ്പാവങ്ങളാണെങ്കിലും ഒരു പ്രശ്നം വന്നാ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നിങ്ങൾ പേടിക്കണ്ട. ഇവിടുത്തെ സർവേ ജോലിയിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാ. കുറുക്കൻ മലക്കാർ കുറുമ്പ് കാട്ടിയാൽ അത് നേരിടാൻ ഇവിടെ പോലീസുണ്ട്. പോലീസ് ഒന്ന് കയറിനിറങ്ങിയാൽ തീരുന്ന സംഘടിത ശക്തിയേ ഉള്ളൂ ഈ നാട്ടിൽ കുറുക്കൻ മലക്കാർക്ക്. കാണാം, നമുക്ക് നോക്കാം കുറുക്കൻ മലക്കാരുടെ ശൗര്യം. എന്താ തിളച്ച ചൂടാണല്ലോ, നീ എന്താ ജീവിക്കുകയാണ്? ഒന്ന് കുടിച്ചു നോക്കേ. ആ ഇപ്പൊ പച്ചവെള്ളം പോലെയല്ലോ, ഇതിൽ ലേശം ചൂടില്ലല്ലോ. നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഇടി, നീ എത്ര വർഷമായി എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇത്രയും കാലമായിട്ടും എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. കഷ്ടം. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നീ എന്നെ ശല്യപ്പെടുത്താതെ അകത്തേക്കൊന്നും പോകുന്നുണ്ടോ? ആ വെള്ളത്തിന് ചൂടില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവാണെന്നുള്ള കാര്യം അവളതങ്ങ് മറന്നുപോകും. അതുകൊണ്ട് കമലം, നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരിക. നമുക്ക് ഒരു കുഞ്ഞുകൂടി ജനിച്ചിരിക്കുന്നു. ദേ നോക്ക്, ഇവൾ നമ്മുടെ സുന്ദരി കോതയാ. ഇനി നമുക്ക് ഇവിടുത്തെ പേരാണ്. പേരോ? എന്തു പേര്? സൃഷ്ടികർമ്മം പൂർത്തി
ഓരോ പാവ കുത്തി തീരുമ്പോഴും അങ്ങ് തന്നെയല്ലേ അവയ്ക്ക് ഓരോ പേരും ഇടാറുള്ളത്. ഇതിനും അങ്ങ് തന്നെ ഒരു പേരിട്ടോളൂ. ചക്കി ചക്കി ചക്കിമോൾ. എന്താ എന്താ നിങ്ങൾ വിളിച്ച ചക്കി എന്നോ? അത് നമ്മുടെ പൊന്നുമോളുടെ പേരല്ലേ? അത് ഞാൻ ഓർത്തില്ല. എന്താണ് അത് ഓർക്കാഞ്ഞത്? എന്തിനാ നമ്മുടെ പൊന്നുമോളുടെ പേര്? ഈ പാവയ്ക്ക് ഒരു നിമിഷത്തെ ഓർമ്മത്തെറ്റ്. വിളിച്ചുപോയി. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ലല്ലോ. മരത്തോടാണെങ്കിലും പറഞ്ഞ വാക്ക് സത്യമുള്ളതാകേണ്ട കമലം. അത് ശരിയാ. നിങ്ങൾ എന്തിനാ ഈ പാവയ്ക്ക് എന്റെ പൊന്നുമോളുടെ മുഖം കൊത്തിയത്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അറിയാതെയാണെങ്കിലും ഈ പാവ കുത്തിത്തീർന്നപ്പോൾ എന്റെ മോളുടെ മുഖം എങ്ങനെ? എന്താണ് ആലോചിക്കുന്നത്? പിന്നെ നമുക്ക് ഈ കൊച്ചു ശക്തിയെ ആർക്ക് വിൽക്കണ്ട. ഇത് നമ്മുടെ പാവവിൽപ്പനക്കാരിയായ നമ്മുടെ ശക്തിമോൾക്ക് കൊടുക്കാം. അവൾ പാവവിൽപ്പന കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇവിടെ ഒറ്റപ്പെട്ടു പോയ എന്നൊരു തോന്നലും അവൾക്ക് വേണ്ട. അത് ശരിയാ. ശക്തി, നമ്മുടെ കൊച്ചു ശക്തി, ശക്തിമോൾ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്റെ നെഞ്ചിലേക്ക് അള്ളിപ്പിടിച്ച് അമരുന്നു. നോക്കേ, ഈ പാവയ്ക്ക് ഒരു കുഞ്ഞിന്റെ ചൂടുണ്ടാകുന്നു. അത് നിന്റെ വെറും തോന്നല. തോന്നലല്ല, സത്യമാ. അന്ന് പാവ കേട്ട് എന്നിട്ട് അകത്ത് ചെന്ന് എനിക്ക് കുടിക്കാൻ ഒരു ഇത്തിരി ചൂടുവെള്ളം കേട്ടിട്ട് ചെല്ല. എന്റെ ഓരോ സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചു കഴിയുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃത്തി അത് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മരപ്പാവകൾ കൊത്തിയുണ്ടാക്കി വിറ്റിട്ടാണ് ഞാനും എന്റെ കുടുംബവും ഈ കുറുക്കൻമലയിൽ ജീവിക്കുന്നത്. എന്റെ അപ്പനപ്പന്മാരും കുറുക്കൻമലയിൽ ഈ മരപ്പണിച്ചിൽ തന്നെയാണ് ജീവിച്ചത്. ഏതാണ്ട് 12 വയസ്സ് മുതൽ എന്റെ തൊഴിലും ഇത് തന്നെയാണ്. ഈ പ്രായത്തിനിടയിൽ ഞാൻ കുത്തിയുണ്ടാക്കിയ 100 പാവക്കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ ഇന്നും എന്റെ സ്വപ്നങ്ങളിൽ തെളിഞ്ഞു വരാറുണ്ട്. വിവിധ ദേശങ്ങളിലേക്ക് വിറ്റുപോയ പാവക്കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ എന്നെങ്കിലും ഇനി ഒരിക്കൽ ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും അതിന് കഴിയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും വെറുതെ മോഷിച്ചു പോകുന്നു. നിന്റെ മാത്രം ഞാൻ ആർക്കും വിൽക്കില്ല. നീ ഇവിടെ എന്റെ ചക്കിമോൾക്കൊപ്പം ഇവിടെ ഉണ്ടാകണം. ഇവിടെ
കൊത്തി ഉണ്ടാക്കുന്ന ഓരോ പാവകളും എനിക്ക് മക്കളെ പോലെയാണ്. എന്നിട്ടും എനിക്ക് അവയെല്ലാം വിൽക്കേണ്ടി വരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനും മക്കളെ വിറ്റ് തിന്നുന്ന ഒരു ദരിദ്രവാസി. ഇവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടല്ലോ. ഇവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടല്ലോ. ഏയ്, ഇവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. എന്താ എന്താ നീ ചോദിച്ചത്? ഇവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടല്ലോ. ഞാനൊരു കുഞ്ഞിന്റെ കരച്ചിലും കേട്ടില്ല. അങ്ങൊന്നും കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം എങ്ങനെയാ നല്ല ശബ്ദത്തിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്? നിനക്കെന്താ കമലം? മറ്റുണ്ടോ? ഇവിടെയെങ്കിലും ഇല്ലാത്തൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ? നിന്നോട് എത്ര നേരമായി ഞാൻ ഒരു ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചിട്ട്? നീ പോയി വെള്ളം എടുത്തിട്ട് വാ. സത്യമായിട്ട് ഞാനൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതാ. വെള്ളം ഞാൻ കൊണ്ടുവരാം. ഇവിടെ ഞാൻ കേൾക്കാത്ത ഒരു ശബ്ദവും നീയും കേൾക്കണ്ട. അതെന്റെ തോന്നലല്ല, ഞാനൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതാ. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് നിന്നോടല്ലേ അകത്ത് കയറി പോകാൻ പറഞ്ഞത്? ഇങ്ങനെ കൊണ്ട് നശിച്ചൊരു ജന്മം പൊടിയെടുത്ത. മുത്തുവാശാരി ഇവിടെ ഇല്ലേ? അങ്ങേരി പുരവിട്ടെങ്ങും പോയില്ലല്ലോ. അത് ശരിയാ. അങ്ങേര് കൊത്തി ഉണ്ടാക്കുന്ന പാവകൾ മുഴുവൻ പുറത്തു കൊണ്ടുവിടുന്ന് വിൽക്കുന്നത് ആ പെങ്കൊച്ചല്ലേ? അത് കമലത്തിന് സുഖമില്ലാതായതിനു ശേഷമാ ആ പെൺകുട്ടി പാവ വിൽക്കാൻ ഇറങ്ങിയത്. ഇപ്പോ ഈ പരപ്പാവുകൾ ആർക്ക് വേണം? എല്ലാവർക്കും പുഞ്ചരിക്കുന്ന പാവുകളും സംസാരിക്കുന്ന യന്ത്രപ്പാവുകളും മതി. പരമ്പരാഗതമായി ചെയ്തു വരുന്ന കൈത്തൊഴിലുകളല്ലേ ഇന്ന്? മൺപാത്രങ്ങൾക്കും കുട്ടയ്ക്കും തഴപ്പായ്ക്കും കൈകൊണ്ട് കുട്ടിയുണ്ടാക്കുന്ന വലയ്ക്കും ആവശ്യക്കാരേറെയില്ല. എങ്കിലും കുലത്തൊഴിലുകൾ നിർത്താൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ ഒരാളാ നമ്മുടെ മുത്തുവാശാരി. എന്നാലും ഈ മുത്തുവാശാരി എവിടെ പോയി കിടക്കുന്നു? ഈ താഴ്വരയിൽ നടക്കുന്ന വിശേഷങ്ങളൊന്നും അങ്ങേര് അറിയുന്നില്ലേ? കമലമ്മേ, നിങ്ങളിവിടെ ഇല്ലേ? എന്റെ കേളു, നീ ഇങ്ങനെ കിടന്ന് വിളിച്ച് കൂവാതെ അവരിവിടെ ഇല്ലെന്ന് മനസ്സിലായില്ലേ നിനക്ക്? അല്ലെങ്കിൽ ഈ കേളു അല്പം അപ്രാള കൂടുതലാ. ആ അതാ ഭദ്ര, വേണുവിന്റെ ഭാര്യ രാത്രി ഇവനെ അടിച്ചു പുറത്താക്കി വാതിലടയ്ക്കുന്നത്. വീട്ടെ അനാവശ്യം പറയരുത്. ഇത്തിരി ചാരായ അടിച്ചുകൊണ്ട് ചെല്ലുമ്പം അവിടെ രാത്രി എന്നെ അടിച്ചു പുറത്താക്കുന്നുള്ളത് ശരിയാ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ചാരായം കുടിച്ചാലും നിനക്ക് ഇത്തിരി ധൃതിയും വെപ്രാളം കൂടുതലാ. ഈ പെണ്ണുമ്പിള്ളയാണെങ്കിലും അള്ളിപ്പറി സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അതുകൊണ്ടാണ് ഇവനെ അടിച്ചു ഫിറ്റായിരുന്ന ദിവസം അവൾ ഇങ്ങനെ പുറത്താക്കി വാതിലടയ്ക്കുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. ചാരായം അടിച്ച് പൂസായി ചെന്നാലേ അവളെന്നെ പുറത്തേക്ക് വാതിലടയ്ക്കും. ഇല്ലെങ്കിലേ അവൾക്ക് എന്നോട് വലിയ സ്നേഹമാണ്. എന്റെ പൊന്നാണ്. ഭയങ്കര. എന്നാലും നമ്മളെ മുത്തുവാശാരി ഇതോടെ പോയി കിടന്നു.
ഞാനിവിടെ ഉണ്ടോ? മുത്തുവാശാരി എത്തിയല്ലോ. എന്താ എല്ലാവരും ഒരുമിച്ച്? മുത്തുവാശാരി ഈ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊന്നും അറിയുന്നില്ല. നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊന്നും നമ്മുടെതല്ലല്ലോ. നമ്മൾ എങ്ങും രേഖപ്പെടുത്താതെ പോയ കുറെ മനുഷ്യജന്മങ്ങളില്ലേ? ഇത് നമ്മളെ ബാധിക്കുന്നത്. താഴ്വാരത്തു നിന്നും സർക്കാരിന്റെ ആൾക്കാർ ഭൂമി അളന്ന സർവേ നടത്തി വരിക. അവരിന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. സർവേ? ഇവിടെ ഏതോ വലിയൊരു കമ്പനി വരുന്നു പോലും. ആ കമ്പനിക്ക് വേണ്ടി ഈ സ്ഥലമെല്ലാം ഏറ്റെടുക്കുന്ന കേട്ടത്. ഏത് സ്ഥലം ഏറ്റെടുക്കാൻ? ഈ കുറുക്കമ്പല പ്രദേശം മുഴുവൻ ആ കമ്പനിക്ക് വേണ്ടി ഏറ്റെടുക്കും കേൾക്കുന്നത്. അതിനു വേണ്ടിയുള്ള സർവേയാണ്. അവർ താഴ്വാരത്തു നിന്നും കല്ലിട്ട് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. എന്നാൽ ഈ കുറുക്കന്മല നമ്മുടേത്. ഈ കുറുക്കന്മല വിട്ടു പോകുവാൻ നമ്മൾക്കാവില്ല. മണ്ണിലേക്ക് ഒരുത്തനും കാലെടുത്തു വെക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അവരെ തടഞ്ഞു നിർത്താൻ നമ്മൾക്കാവുമോ? ചെറുത്ത് തോൽപ്പിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഇവിടുത്തെ കുന്തിപ്പുഴയിൽ മത്സ്യം പിടിച്ച് കിട്ടുന്നതുകൊണ്ടാണ് പ്രായമായ അപ്പനും അമ്മയും പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളും ഭാര്യയും ഒരുവിധം ജീവിച്ചു പോകുന്നത്. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പിന്നെ എങ്ങനെ ജീവിക്കും ഞങ്ങൾ? ഞാനും എന്റെ കുടുംബവും ഈ വയലിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണും ചെളിയും കൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ നിന്നും കുടിയിറക്കപ്പെട്ടാൽ നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞാനും. വനത്തിൽ നിന്നും ശേഖരിക്കുന്ന ഈറയും മറ്റും കൊണ്ട് പനമ്പും കുട്ടയും ഉണ്ടാക്കി അത് കൊണ്ടു വളർന്നു വിറ്റിട്ടല്ലേ ജീവിക്കുന്നത്. ഈ മണ്ണിലാണ് നമ്മുടെ വേരുകൾ. ആ വേരുകൾ പറിച്ചെറിഞ്ഞ് നമ്മളെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവനും ജീവിതവുമില്ല. നമ്മൾ പാവങ്ങളെ പറിച്ചറിയാൻ ആർക്കും എളുപ്പം കഴിയും. പക്ഷേ ഈ മണ്ണും പുഴയും വിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോയാൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? നമ്മുടെ ഈ കൈത്തൊഴിലല്ലാതെ നമുക്ക് മറ്റൊരു തൊഴിലുമില്ലല്ലോ ജീവിക്കാൻ. ഇപ്പോ ഈ മൺപാത്രങ്ങളൊന്നും ആർക്കും വേണ്ടെങ്കിലും ഈ തൊഴിൽ ജീവിക്കാനൊരു ബലമാണ്. ഇവിടെ നമ്മൾ സ്വയം ശപിച്ചത് കൊണ്ട് കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടണം. നമ്മുടെ പറമ്പിലേക്ക് സർക്കാരോ കമ്പനിയോ കടന്നു വരാതെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം. അവരെ തടഞ്ഞു നിർത്താൻ നമുക്കാവുമോ? ആദ്യം നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിച്ചു മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക. എന്ത് സംഭവിച്ചാലും ഞാൻ നിൽക്കാൻ കൂടെ. മരണം വരെയും ഞാൻ നിൽക്കാം. ഈ താഴ്വരയിൽ നിന്ന് പോകാൻ എനിക്കും മറ്റൊരിടവുമില്ല. അതുകൊണ്ട് തന്നെ എന്തിനും ഞാനും തയ്യാർ. എങ്കിൽ പോരാട്ടത്തിന്റെ കാഹളം ഇവിടെ തുടങ്ങാം. വികസനം പാപങ്ങളുടെ നെഞ്ചത്തല്ല നടത്തേണ്ടതെന്ന ബോധ്യം അധികാരികൾക്ക് നൽകാൻ ഒന്നിച്ച് ഒരുമയോട് നമുക്ക് പോരാടാം. വണ്ടിയിലേറി വന്നതാരുടെ വരവോ? കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ? വണ്ടിയിലേറി വന്നതാരുടെ വരവോ? കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ?
വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ തെരിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ വണ്ടിയിലേറി വന്നതാരുടെ വരവോ വണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ കട്ടകുത്തും കൈകളെ കലപ്പയേന്തും കൈകളെ കട്ടകുത്തും കൈകളെ കലപ്പയേന്തും കൈകളെ ഉടച്ചു വാർത്തു കരുത്തരാക്കിയതാരുടെ വരവോ ഉടച്ചു വാർത്ത കരുത്തരാക്കിയതാരുടെ വരവോ ആചരിക്കും വഴി പോലും നടക്കാൻ അവകാശമില്ല കാലമങ്ങു തകർത്തെറിഞ്ഞതുമാരുടെ വരവോ ആചരിക്കും വഴി പോലും നടക്കാൻ അവകാശമില്ല കാലമങ്ങ് തകർത്തെറിഞ്ഞതുമാരുടെ വരവോ വണ്ടിയിലേറി വന്നതാരുടെ വരവോ വണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ കല്ലാരേ 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 വളയണിഞ്ഞൊരു കൈകളെ നെൽക്കതിരു കൊയ്യും കൈകളെ വളയണിഞ്ഞൊരു കൈകളെ നെൽക്കതിരു കൊയ്യും കൈകളെ ചെറുത്തുനിൽപ്പിൻ കൈകളാക്കിയതാരുടെ വരവോ ചെറുത്തുനിൽപ്പിൻ കൈകളാക്കിയതാരുടെ വരവോ മാർമറച്ചാൽ മാറരിയും ജാതി മേലാളർക്കു നേരെ മാർമറച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ മാർമറച്ചാൽ മാറരിയും ജാതിമേലാളർക്കു നേരെ മാർമറച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ വണ്ടിയിലേറി വന്നതാരുടെ വരവോ വണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം താരോ ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം ദയ്യന്നം തര ദയ്യന്നം
ഇവിടുത്തെ ജോലികൾ തീർന്നു. ഇനി നമ്മൾ കുറുക്കൻ മലയിലേക്ക്. സാറേ, ഇനി നമ്മൾ കുറുക്കൻ മലയിലേക്കാണോ? ഞങ്ങൾ പറഞ്ഞതല്ലേ സാർ, അവിടെ നമ്മൾ നമ്മുടെ സർവേ ജോലി ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകില്ല. നിങ്ങൾ ഭയപ്പെടണ്ട, അവിടെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ജീവനോടെ ഒരുത്തരും ബാക്കി ഉണ്ടാവില്ല കുറുക്കൻ മലയിൽ. ആരും അവിടെ ഒരു സംഘർഷം ഉണ്ടായാൽ? സംഘർഷം സംഘർഷം അനിവാര്യമായിടത്ത് സംഘർഷം ഉണ്ടാക്കണം. ഏതായാലും അവർ ചർച്ചയ്ക്ക് വരട്ടെ, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. സംസാരിക്കാനോ? ആരോട് എന്ത് സംസാരിക്കാൻ? അവരോട് നമ്മൾ എന്ത് സംസാരിച്ചാലും അതവർ മുഖവിലക്കെടുക്കില്ല. കുറെ പാവം മനുഷ്യരാ സാറേ കുറുക്കൻ മലയിലുള്ളത്. അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടാൽ അവരുടെ ജീവിതം വഴിമുട്ടി പോകുമെന്നൊരു ആശങ്കയാ അവര് പങ്കുവെക്കുന്നത്. അവരുടെ നേതാവ് ഒരു മുത്തുവാശാരിയാണ്, ഈ മരപ്പാവകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കൊത്തുപണിക്കാരൻ. മരപ്പാവകളോ? മരപ്പാവകൾ ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ ആർക്ക് വേണം? ഞങ്ങളുടെ കമ്പനി ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള യന്ത്രപ്പാവകളാണ്. അതായത് മനുഷ്യ റോബോട്ടുകൾ. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലികളും അതിവേഗത്തിൽ ചെയ്യുന്ന റോബോട്ടുകൾ. പാടത്തും പറമ്പിലും ഓഫീസിലും ഹോട്ടലിലും, എന്തിനേറെ ഹോസ്പിറ്റലിൽ പോലും രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി അവർക്ക് വേണ്ടുന്ന ചികിത്സ നിർണയിക്കുന്നത് പോലും ഇനി മുതൽ നമ്മുടെ റോബോട്ടുകളായിരിക്കും. കാലവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും വേഗം വളർന്ന് വികാസം പ്രാപിക്കുമ്പോൾ അതിനെ തടയിടാൻ ആർക്കുമാവില്ല. ഇന്നും കൈത്തൊഴിലെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ കുറുക്കൻ മലക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സാർ. അല്ല, ഈ കുറുക്കൻ മല എന്ന പേര് ഇന്നും അതൊരു ഒറ്റപ്പെട്ട പ്രദേശമല്ലേ സാറേ? രാത്രിയായാൽ ആ മലയിൽ നിന്ന് കുറുക്കന്മാരുടെ ഓടിയൽ ശബ്ദമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ നിറയെ കുറുക്കന്മാരായിരുന്നു. അങ്ങനെയായിരിക്കും അതിന് കുറുക്കൻ മല എന്ന പേര് വന്നത്. ഇപ്പോഴും അവിടെ കുറുക്കന്മാരുണ്ടോ? ഇല്ല സാറേ, അതൊക്കെ പണ്ടത്തെ കഥയാ. ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും ഒന്നിനെ കാണാനില്ല. സർ, ഇവരാണ് കുറുക്കൻ മലയിലെ ആൾക്കാർ. സർ, ഞങ്ങളങ്ങോട്ട്. ഞങ്ങൾ മാത്രമല്ല, 60-ന് മുകളിൽ കുടുംബങ്ങളുണ്ട് ഇപ്പോൾ കുറുക്കൻ മലയിൽ മാത്രം താമസക്കാരായി. അവർക്കൊക്കെ വേണ്ടി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഈ കാണുന്ന പ്രദേശം മുഴുവൻ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ സർവേ ജോലികളാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ ഒരു കമ്പനിക്കും വിട്ടു തരില്ല സാറേ. നിങ്ങൾ വിട്ടുതരണമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വിട്ടു തന്നാലും ഇല്ലെങ്കിലും അത് സർക്കാർ ഏറ്റെടുത്ത് കമ്പനിക്ക് തരും. മാന്യമായ ഒരു ഒത്തുതീർപ്പ് വസ്തുയിൽ ഒഴിഞ്ഞു പോകാൻ തയ്യാറായാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ നിങ്ങളുടെ പുനരധിവാസത്തിനായി കമ്പനിയും സർക്കാരും കൂടി നൽകും. അതും സ്വന്തം പേര് കൈവശം അനുഭവിക്കുന്ന രേഖകളുള്ളവർക്ക് മാത്രം. രേഖകളോ? എന്ത് രേഖകൾ? ഞങ്ങളുടെ രേഖകൾ പ്രകാരം കുറുക്കൻ മലയിലെ താമസക്കാരിൽ അധികവും സർക്കാർ ഭൂമിയിലെ കയ്യേറ്റക്കാരാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? തലമുറകളായി ഞങ്ങളെല്ലാം ഈ കുറുക്കൻ മലയിലെ താമസക്കാരാണ്. ഞങ്ങൾ കയ്യെത്തക്കാരല്ല. രേഖകൾ, ഇനി രേഖകൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത്. രേഖകൾ ഉണ്ടെങ്കിൽ പോയി കൊണ്ടുവാ. ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനി തരുന്ന നഷ്ടപരിഹാരം വാങ്ങി മറ്റെങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാൻ നോക്ക്. രേഖകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കുറുക്കൻ മല ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ പൂർവികർ മരിച്ച് ലയിച്ച മണ്ണ്. ആ മണ്ണ് ഇനി സർക്കാരിനോ കമ്പനിക്കോ കനകം തന്നാലും ഞങ്ങൾ വിട്ടുതരില്ല. ഞങ്ങളും മരിച്ച് മണ്ണടിയേണ്ടത് ആ മണ്ണിൽ കിടന്ന. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെല്ലാം കൂട്ടക്കുരു നടത്തിയിട്ട് അവിടെ എന്ത് വേണമെങ്കിലും പണിതോളൂ. ഇത് ഞങ്ങൾ
കുറുക്കൻമലക്കാരുടെ ഉറച്ച തീരുമാനമാ. എങ്കിൽ നീയൊക്കെ ഇവിടെ കിടന്ന് മരിച്ചു മണ്ണടിയാൻ തയ്യാറായിക്കൂടാ നായ്ക്കളെ. അവങ്ങളാണെങ്കിലും ഞങ്ങൾ മരിച്ചിടാൻ ചെറുത്താനേ. കൊണ്ട് വിത്തുപോൽ തളിത്തതാണു മക്കളെ മറക്ക വേണ്ട നമ്മളാണു നാമ്പുകൾ. മഴ നനഞ്ഞു വെയിലുകൊണ്ട് വിത്തുപോൽ തളിത്തതാണു മക്കളെ മറക്ക വേണ്ട നമ്മളാണു നാമ്പുകൾ. അക്ഷരം മറച്ചു വെച്ച അധമനാടിനുത്തരം അടവു മാറ്റി നേടിയെങ്കിൽ പടവിലേറി നിൽക്കണം. പടവിലേറി നിൽക്കണം. പടവിലേറി നിൽക്കണം. കൂടെയുണ്ട് സോദര കൂട്ടുകൂടി പോരുക. ഒരമ്മ പെറ്റ മക്കളല്ലേ മാറി നിൽക്കലാമോ. മാറി എന്റെ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നു. അവയൊക്കെ പല ദേശത്തായി വിറ്റുപോയി. എന്നാ ഞങ്ങളുടെ മകളുടെ രൂപമുള്ള ഈ പാവ ഇതിന്റെ ആശാരി അറിഞ്ഞുകൊണ്ടല്ല കൊത്തിയതെന്നാ പറയുന്നേ. ഈ പാവ കൊത്തി ഉണ്ടാക്കിയതിൽ പിന്നെ ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. അനർത്ഥങ്ങൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. നീ എന്താ കമലം ഈ പാവയത്തില്ലെങ്കിൽ നോക്കിയിരിക്കുന്നത്? ഈ പാവ നമുക്ക് വേണ്ട. ഇതിനെ ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ ദൂരേക്ക് എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞു കള. എന്തിന്? ഞാനത് കൊത്തി ഉണ്ടാക്കിയതിന് ശേഷം എന്റെ മോൾക്ക് ഞാൻ കൊടുത്തപ്പോൾ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് നീ കണ്ടതല്ലേ? അവളെന്തിനാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത്? അതാ എനിക്ക് ഇനിയും മനസ്സിലാകാത്തത്. അവളിപ്പോ കൊച്ചുകുട്ടിയൊന്നുമല്ല. കല്യാണപ്രായം കഴിഞ്ഞ ഒരു പെണ്ണാ നമ്മുടെ മോൾ. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവൾക്ക് പറ്റിയ ഒരു വരനെ ഞാൻ കണ്ടെത്തും. എന്ന്? എന്താടാ നിന്റെ പേര്? എന്തിനാ സാറേ എന്റെ പേരറിഞ്ഞിട്ട്? നിനക്ക് കല്യാണമല്ലേക്ക് പേര് പറയണം. സാറേ, മുത്തു എന്നാ. നിന്നോട് ഞാൻ പേര് ചോദിച്ചു. ഇവനോടല്ലേ പേര് പറയാൻ പറഞ്ഞത്? എന്റെ പേര് മുത്തു. മുത്തുവാശാരി എന്ന് എല്ലാവരും വിളിക്കും. ഈ മുത്തുവാണ് സാറേ, ആ മുത്തു. ഓ, ഇവനാണോ അവൻ? നീ ആള് കൊള്ളാമല്ലോടാ കുറുക്ക. നീ മാന്യന്മാരുടെ ദേഹത്ത് കൈവയ്ക്കല്ലേ? സാറേ അത് പിന്നെ നിർത്തണം. പോക്കിരിത്തരം കാട്ടിയിട്ട് നീ ന്യായീകരിക്കാൻ നോക്കുന്നു. അദ്ദേഹത്തിന് പരാതിയില്ലാത്തത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നിന്നെ പിടിച്ച് ജയിൽ ലോക്കൽ പട്ടത്തിന്റെ ചവിട്ടി ഓടിച്ചന്. സാറേ, ഇവനാണ് സാറേ കുറുക്കൻ മലക്കാരുടെ നേതാവ്. എല്ലാ നേതാവുകളെയും ഉടനെ തീരില്ലേ? കുറുക്കൻ മലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നതോടുകൂടി എല്ലാം മലഭാഗത്തായി ചിതറിപ്പോകില്ലേ? സാറേ, ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ഞങ്ങളെ പോലുള്ളവർ എങ്ങോട്ട് പോകും? പിന്നെ എങ്ങനെ ജീവിക്കും? നിങ്ങളവിടെ ജീവിക്കണമെന്ന് ആർക്കാ ഇത്ര
കുടുംബം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കുറുക്കൻ മലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ രേഖകൾ പരിശോധിക്കുന്നതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്. തഹസീൽദാരും മറ്റും അവിടെ ഓരോ വീട്ടിലെ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചാണ് നഷ്ടപരിഹാര തുകകൾ നിശ്ചയിക്കുന്നത്. ആട്ടെ, നിങ്ങൾ താമസിക്കുന്ന വസ്തുവിന് എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അത് വേഗം എടുത്തു വെക്ക്. അതായത് വസ്തുവിന്റെ ആധാരം അല്ലെങ്കിൽ പട്ടയം, ഇങ്ങനെ എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ എടുത്തിട്ട് വേണോ. അങ്ങനെയെങ്കിൽ പരിശോധന നടത്തി അവർക്ക് വേഗം മടങ്ങാം. വസ്തുവിന്റെ രേഖകളുണ്ടെങ്കിൽ എടുത്തോണ്ട് വരൂ. ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? സാറേ, 4. 3. 4 നിങ്ങൾ എന്താ മനുഷ്യ ഈ വെളിവില്ലാതെ പറയുന്നത്? ഇവിടെ നമ്മുടെ മോളും അല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? നിങ്ങളുടെ മകൾക്ക് പ്രായം എത്രയാ? സാറേ, എന്റെ മോൾക്ക് 1 മാസം സാറേ പ്രായം. 1 മാസം. 1 മാസോ? എന്റെ മോൾക്ക് 18 വയസ്സാ. കമലം, നമ്മൾ 4 പേരില്ലേ? 4 പേരില്ലേ ഇവിടെ? നിങ്ങൾ എന്തുവാ ഇവിടെ? നമ്മളും നമ്മുടെ മോളും അല്ലാതെ പിന്നെ വേറെ ആരാ? എന്താ ആൾക്കാരുടെ എണ്ണം കൂട്ടി പറഞ്ഞ് സർക്കാരിനെ പറ്റിക്കാൻ നോക്കുന്നു? അയ്യോ സാറേ, ഈയിടെ മുസ്ലിമിന് മറവി കൂടുതലാ സാറേ. മുത്തു, ഈ വസ്തുവിന്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. രേഖ? എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും അവരുടെ അച്ഛനും തലമുറകളായി താമസിച്ച സ്ഥലമാ സാറേ ഇത്. വേറെ എന്ത് രേഖയാ വേണ്ടേ? അത് പോരല്ലോ മുത്തു. വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. മുത്തു, നീ വലിയ സമരനായകനല്ലേ? ഏതായാലും നീ ഇവിടെ താമസിക്കുന്നു എന്നതിനുള്ളത് എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ 15 ദിവസത്തിനകം എന്റെ ഓഫീസിൽ ഹാജരാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ വെറും കൈയോടെ മടങ്ങേണ്ടി വരും. ഈ നോട്ടീസിനെ പറ്റി ഒപ്പിടും. ഒപ്പിടാൻ അറിയില്ലെങ്കിൽ എന്റെ വിരൽ പതിക്കൂ. വാട്സാപ്പിൽ. എന്റെ ദേഹത്ത് കൈവച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെയും നിന്റെ കുടുംബത്തെയും കത്തിച്ചു കളയും ഞാൻ. നമ്മുടെ മോള് ഇത്രയും താമസിക്കാറില്ലല്ലോ. ശരിയാണ്.
ഒരിക്കലും അവൾ ഇത്രയും നേരം താമസിച്ചിട്ടില്ല. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുകയാ? മോളെ ചക്കി ചക്കി മോളെ മോളെ ചക്കി, നീ എവിടെയാ മോളെ ചക്കി, മോളെ 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 എന്റെ ചക്കി, മോളെ ചക്കി മോളെ മോളെ ചക്കി. എടാ മുത്തുവേ, ചക്കിമോള് പാവ വെച്ചിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ല കേളു, എന്റെ മോള് പാവൽപ്പന കഴിഞ്ഞ് ഇതുവരെ തിരിച്ചെത്തിയില്ല. കമലം, നീ മുത്തുവിനെ കൊണ്ട് വീട്ടിലേക്ക് പോ, ഞങ്ങൾ പോയി തിരക്കാം. കേളുവേ, നീ താഴ്വാരത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് പോയിക്കോളൂ. പീറ്ററെ, നീ വടക്ക് ഭാഗത്തേക്ക് പോയിക്കോ. ഞാൻ കിഴക്കോട്ട് പോകാം.
ഇതാ വീട്ടിലെ, ഇതാ എന്റെ ചക്കിമോളെ കണ്ടോടാ. 2-3 ദിവസമായി നിന്റെ ചക്കിമോളെ തിരക്കി ഞങ്ങൾ നാട് മുഴുവൻ അലഞ്ഞതാ. ഒരു വിവരവുമില്ല. മുത്തുവേ, ചോദിക്കുന്നുള്ളൂ, ഒന്നും തോന്നരുത്. നമ്മുടെ ചക്കിമോൾക്ക് വല്ല പ്രേമവും ചോദിക്കേ, എല്ലാരും ചോദിക്കേ. എന്റെ മോള് അവൾ ആരെയും പ്രേമിച്ചിട്ടില്ല, അതെനിക്കറിയാം. ഞാൻ അവളുടെ അമ്മയാ. കമലം, സമാധാനമായിരിക്കും. പോലീസ് ചക്കിമോളെ തിരയുന്നുണ്ട്. സാറേ, എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസ് എല്ലായിടത്തും തിരയുന്നുണ്ട്. ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. സാറേ, ഞങ്ങൾക്ക് അവൾ മാത്രമേ ഉള്ളൂ സാറേ. എടോ, ഇപ്പോൾ ഇങ്ങനെ കൈകൊപ്പിൽ നിന്ന് കരഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. പെൺമക്കളെ വളർത്തുമ്പോൾ ഒതുക്കി വളർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. സാറേ, ഞാൻ എന്റെ മോളെ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടിയാ സാറേ വളർത്തിയത്. അങ്ങനെ അടക്കം ഒതുക്കത്തോടും കൂടി വളർത്തിയിട്ടാണോ പ്രായപൂർത്തിയായ മകളെ മരപ്പാവകളും കൊണ്ട് നാട് നട്ടാ വിട്ടത്? അവൾ മരപ്പാവ വെച്ചിട്ട് പണം കൊണ്ട് തരുമ്പോൾ ആ പണം മരപ്പാവ വെച്ചിട്ട് തന്നെയാണോ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അവളോട് ചോദിച്ചിട്ടുണ്ടോ? സാറേ, എന്റെ മോളെ കുറിച്ച് അനാവശ്യമായിട്ടൊന്നും പറയരുത്. അത് കേട്ടു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. സാറേ, ഞാനാ സാറേ പാവ വിൽപ്പനയ്ക്കായി പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് സുഖമില്ലാതെ വഴിയിൽ പല പ്രാവശ്യവും ബോധം കെട്ട് വീണുപോയപ്പോൾ അപ്പോഴാ സാറേ എന്റെ മോളിൽ ജോലിക്ക് ഇറങ്ങിയത്. ഇത് ഞങ്ങളുടെ കുലത്തൊഴിലാ സാറേ. പോലീസിന്റെ മുന്നിൽ ആരും പൊട്ടം കളിക്കാൻ നോക്കണ്ട. ഇത് കുറുക്കൻ മലയല്ലേ, എല്ലാറ്റിനെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. നിന്നെ കൊണ്ടൊക്കെ പറയിക്കും അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്താ എന്ത് പറ്റി? കമലം, ഞാൻ എന്റെ ചെറുപ്പത്തിൽ വിറ്റുപോയ ആ പാവക്കുഞ്ഞുങ്ങളെല്ലാം വന്ന് എന്നെ അമ്മ എന്ന് വിളിച്ചു കരയുന്നു. നമ്മുടെ ചക്കിമോളുണ്ടോ? അതിലെന്റെ ചക്കിമോളെ ഞാൻ ആർക്കും വിറ്റില്ലല്ലോ. അവൾ നിന്നോടൊപ്പം അകത്ത് കിടന്ന് ഉറങ്ങുകയല്ലേ? അവൾ ഉറങ്ങട്ടെ, അവൾ ഉറങ്ങട്ടെ. എന്റെ മക്കൾ വന്ന് കരയുന്ന കാര്യം അവളത് അറിയണ്ട. അവൾ ഉറങ്ങട്ടെ, ഉറങ്ങട്ടെ. നിങ്ങൾ എന്തായി പറയുന്നത്? എന്ത് പറ്റി?
മലയുടെ മുകളിൽ കുറുക്കൻ ഓരിയിടുന്നത് ഞാൻ കേട്ടേ. മുത്തുവിന്റെ ഈ അവസ്ഥ കാണുമ്പോ നമുക്ക് സങ്കടപ്പെടാനല്ലേ കഴിയും. ഇത്ര നാളും ചക്കിമോളെ കാണാതെ പോയ വിഷമത്തിൽ മനസ്സ് കൈവിട്ടു പോയതുകൊണ്ടാ മുത്തു ഇങ്ങനെ. മുത്തുവേ, എന്താ ഇരിപ്പാണത്? നിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ. ഈ സ്ഥലമല്ല കമ്പനി എടുത്തു. രേഖകളുള്ളവർക്ക് 5 ലക്ഷവും 10 ലക്ഷവും വെച്ച് കിട്ടി. രേഖകളില്ലാത്തത് കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ വള്ളത്തിൽ എൻ്റെ കുടുംബവുമായി ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടെന്നറിയാതെ ഏതോ ഒരു പുതിയ തീരം തേടി. അവിടെയും ഒരു അഭയം കിട്ടിയില്ലെങ്കിൽ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ അഭയം തേടും. നീ എന്തായി പറയുന്നത്? എനിക്ക് കിട്ടിയ 10 ലക്ഷവും കേരളത്തിലേക്ക് 5 ലക്ഷവും നമുക്ക് തുല്യമായി പങ്കിട്ടെടുക്കാം. ഒരു പുഴയുടെയും ആഴങ്ങളിലേക്ക് പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ശരിയാ, മുത്തുവിനും പീറ്ററിനും രേഖകളൊന്നും ഇല്ലാതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. ഉള്ളത് നമുക്ക് പങ്കിട്ടെടുക്കാവണം. ജനിച്ചു വളർന്ന് സുഖദുഃഖങ്ങൾ പങ്കിട്ട് ഈ മണ്ണിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമ്മളിനി എങ്ങനെ കണ്ടുമുട്ടൂടാ? കമലം, ഈ അവസ്ഥയിൽ മുത്തുവിനെ കൊണ്ട് നീ എങ്ങോട്ട് പോകും? ഈ കുറുക്കമ്മലല്ലാതെ എന്റെ മുത്തുവിന് മറ്റൊരു സ്ഥലവും അറിയില്ല. ഇവിടെ വിട്ട്, ഈ കുറുക്കമ്മല വിട്ട് എന്റെ മുത്തു ഒരിക്കൽ പോലും പുറത്തു പോയിട്ടില്ല. ഞങ്ങളുടെ മകൾ മടങ്ങി വന്നാൽ അവൾ വരുമ്പോ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെ വിട്ടുപോകുമ്പോൾ അവൾ തിരയാവുന്നിടത്തൊക്കെ പോലീസുകാരും ഞങ്ങൾ തിരഞ്ഞില്ലേ? കേളു, നമുക്കിറങ്ങാവിടെ. ഞങ്ങൾ ഇറങ്ങുകയാണ്. വേരുകളില്ലാത്ത മരമായി പുതിയ മണ്ണ് തേടി. മുത്തുവേ, ഓട്ടോ മുത്തുവേ. പോകുന്നടാ.
തേടി വാനിൽ പറക്കും പരുന്തിൻ്റെ ഇമ വെട്ടിടാത്തൊരു യാത്ര, ഇമ വെട്ടിടാത്തൊരു യാത്ര. തുടരുന്നു ഞാൻ എൻ്റെ യാത്ര, ഇടവേളയില്ലാത്ത യാത്ര. ഇരുൾ വീണു മങ്ങുന്ന കാഴ്ച, ഇനിയേറെയുണ്ടെൻ്റെ യാത്ര. ഇടനെഞ്ചിലുയരുന്ന കനൽ ചൂടുമായി ഇന്ന് ഇടറാതെ താണ്ടുന്ന യാത്ര. സാറേ, സാറേ, എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നിങ്ങളുടെ മകളെ കാണാതാവുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമെന്താണ്? അവള് ധരിച്ചിരുന്നത് പച്ച പാവാടയും പച്ച ഉടുപ്പും, പിന്നെ പിന്നെ രണ്ട് കൈ നിറയെ ചുവന്ന കുപ്പി വളകളും. ഇതൊന്ന് നോക്ക്. ഇതെന്റെ പൊന്നു മോളാണ്. അയ്യോ, ഇതെന്റെ പൊന്നു മോളാണ്. എങ്ങനെ സഹിക്കില്ല. സാറേ, സാറേ, ഈ വസ്ത്രത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ പൊന്നു മോളെ എവിടെയാ സാറേ? ഇത് കുറുക്കൻമലയുടെ ഉൾക്കാട്ടിൽ നിന്ന് പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. എന്നിട്ട് എന്റെ മോളെവിടെ? എന്റെ മോളെവിടെയാ സാറേ? പാവൽപ്പന കഴിഞ്ഞ് അസമയത്ത് വന്ന നിങ്ങളുടെ മകളെ കുറുക്കന്മാർ ഓടിച്ച് ഉൾക്കാട്ടിലോട്ട് കൊണ്ടുപോയി ഓടിച്ച് തിന്നിട്ടുണ്ടാവും. സഹിക്കാൻ വയ്യ. എന്റെ മോളെ പിടിക്കാൻ വന്ന കുറുക്കനേതാ? നിന്നെയും കുറുക്കന്മാർ പിടിക്കും. പോയി വിളിച്ചോ. എന്റെ മണ്ണും എന്റെ പെണ്ണും കവർന്നെടുത്ത് കുറുക്കനെ ഞാൻ കണ്ടേ.
നിങ്ങൾ ഈ പാവകത്തെ ഉണ്ടാക്കിയതിനു ശേഷമോ നമുക്ക് ഈ അനർത്ഥങ്ങളെല്ലാം വന്നത്? അതുകൊണ്ട് ഇതിന് നമുക്കിവിടെ കളഞ്ഞിട്ട് എവിടേക്കെങ്കിലും പോകാം. ശരിയാ കമലം നീ പറഞ്ഞത്. ഇതിനെ ഉപേക്ഷിച്ചേക്ക്. ഇതിന് നമുക്കിനി വേണ്ട. അപ്പാ, അമ്മ എന്നെ വിട്ടേച്ച് പോവാണോ? ഇനി അനർത്ഥങ്ങൾ ഉണ്ടാക്കാനോ? ഇതിന് ഞാൻ കൊത്തി ഉണ്ടാക്കിയത്. ഇതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, വളരെ നല്ല രീതിയിൽ നാടകം അവതരിപ്പിച്ച ഈ പ്രദേശത്തെ മുഴുവൻ കലാകാർക്കും നാടക ആസ്വാദക സംഘത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ നാടകം ഇവിടെ സ്പോൺസർ ചെയ്ത് സഹായിച്ച രാജു ഗ്രഹരി വാസ്പായ്ക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ നാടകം കാണുവാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കലാസ്നേഹികൾക്കും നാടക ആസ്വാദക സംഘത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.